പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സ്വന്തം സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന ഒറ്റയാൾ പോരാട്ടത്തിന്റെ അധിപന് എന്റെ വക അഭിനന്ദനങ്ങൾ. ബാക്കി വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്. ബോച്ചയ്ക്ക് ജാമ്യം ലഭിച്ചു. ഞാൻ എൻ്റെ സന്തോഷം മറച്ചു വെക്കുന്നില്ല. എനിക്കതിൽ സന്തോഷം തന്നെയുണ്ട്, ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബോച്ചയെ വ്യക്തിപരമായി പരിചയപ്പെടാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബോച്ചയ്ക്ക് അങ്ങനെ ജാമ്യം ലഭിച്ചത് എനിക്ക് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. എനിക്കിന്ന് ഓഫീസിലൊക്കെ വളരെ സീരിയസ് ആയ മറ്റു ജോലികളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ വീട്ടിൽ കാത്തിരിക്കുകയായിരുന്നു എന്താണ് ബോച്ചയുടെ കേസിലുള്ള സമീപനം. കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പം പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷേ ബോച്ചയ്ക്ക് ജാമ്യം ലഭിച്ചു എന്ന് തന്നെയാണ് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും നൽകുന്ന വാർത്ത. ബോച്ചയ്ക്കുള്ള ഉത്തരവ് 3:30-ക്കാണ്, ഇന്ന് 3:30-ക്കാണ് ഇറങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് 3:30-ഓടുകൂടി ഇറങ്ങുമെന്നും അതിനുശേഷം അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയുമെന്നുമുണ്ട്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ്, അദ്ദേഹം അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കാര്യം വന്നത്. ബോച്ചയുടെ ജാമ്യ ഹർജിയെ സർക്കാർ കോടതിയിൽ എതിർത്തു. എന്തിനാണ് ഇനിയും കൂടുതൽ കാലം അദ്ദേഹത്തെ പിടിച്ചിടണോ? 6 ദിവസത്തോളം പുള്ളി ജയിലിൽ കിടക്കണം. പ്രതി നടിയെ തുടർച്ചയായി അപമാനിച്ചെന്നും നിരന്തരം അശ്ലീല പരാമർശം നടത്തിയെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഇവിടൊക്കെയാണ് വെറും കൈയടിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. കോടതിയുടെ സമീപനമെങ്കിലും എടുക്കണം. ഈ സംഭവം സമൂഹത്തിനൊരു സന്ദേശമാകണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. ഇത് തന്നെയാണ് പ്രശ്നം. എങ്ങനെങ്കിലും ബോച്ചയെ ഒരു എക്സാമ്പിൾ ആക്കണം. എങ്ങനെങ്കിലും കുറെ പുരുഷന്മാരെ ജയിലിൽ പിടിച്ചിട്ടിട്ട് ഞങ്ങൾ സ്ത്രീപക്ഷമാണെന്ന് കാണിക്കണം. നല്ലൊരു മറുപടി ഹൈക്കോടതി കൊടുത്തു. രാഹുൽ ഈശ്വറല്ല കേട്ടോ, നല്ലൊരു മറുപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തു. പ്രതി റിമാൻഡിലായപ്പോൾ തന്നെ സമൂഹത്തിന് സന്ദേശം ലഭിച്ചു കഴിഞ്ഞു എന്ന് കോടതി പറഞ്ഞു. അതായത് സർക്കാരിനോട് പറഞ്ഞത്, പ്രോസിക്യൂഷനോട് പറഞ്ഞത്, നിങ്ങൾ ഓവർ ആക്കണ്ട, ഓൾറെഡി നല്ലൊരു സന്ദേശം സമൂഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. ബോബിക്കായിട്ട് മുതിർന്ന അഭിഭാഷകൻ രാമൻപിള്ള സാറ് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ദൃശ്യങ്ങളടക്കം കോടതി പരിശോധിച്ചു. ഇനി അടുത്തത് കോടതി ചോദിച്ചു എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ദൃശ്യങ്ങൾ കണ്ട ശേഷം കോടതി ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് നടിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു എന്ന് പ്രതിഭാഗം പറഞ്ഞു. എന്നാൽ ആ നടിയുടെ മാന്യത കൊണ്ട് അങ്ങനെ അവർ പ്രതികരിച്ചില്ല എന്ന് കോടതി പറഞ്ഞു. അതൊക്കെ യോജിക്കുന്നു. ബോച്ചെ ഒരു മാവറിക്കാണ്. ഒരർത്ഥത്തിൽ കേരളത്തിന്റെ ഈലോൺ മസ്ക് ആണ് ബോച്ചെ. ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് രക്തദാനത്തിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ ഓർക്കണം, ലോകത്ത് 193-194 രാജ്യങ്ങളുള്ളതിൽ ഏറ്റവും കൂടുതൽ രക്തദാനത്തിന് മനുഷ്യരെ പ്രേരിപ്പിച്ചത് നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ഈ മനുഷ്യനാണ്. 100 ആയിരക്കണക്കിന് ആൾക്കാർക്ക് വീട് വെച്ചു കൊടുത്തു. 10,000-ഓളം ആൾക്കാരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കി. അവരുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, അവരുടെ കുട്ടികളെ രക്ഷിക്കൽ തുടങ്ങിയ കാര്യം ഉണ്ടാക്കി. അതൊന്നും പറഞ്ഞ് ബോച്ചെ ഈ ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല. ബോച്ചെ പറഞ്ഞത് തെറ്റാണ്. എന്നാൽ ബോച്ചെ ചെയ്ത ഇത്രയും കാലത്തെ നല്ല കാര്യങ്ങൾ, ഒരു 1/4 നൂറ്റാണ്ടിലേറെയായി 10-30 വർഷമായി നമ്മുടെ പൊതുസമൂഹത്തിന്റെ മണ്ഡലത്തിൽ ബോച്ചെ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം ഇതുകൊണ്ടങ്ങ് മറച്ചു പിടിക്കണം. ബോച്ചെ ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ട് ഒരു തെറ്റിനെ ന്യായീകരിക്കരുത്. എന്നാൽ ബോച്ചെ ചെയ്ത ഒരു തെറ്റിനെ കൊണ്ട് ഈ 30 വർഷം 40 വർഷത്തെ ബോച്ചയുടെ പൊതുജീവിതം, നാട്ടുകാർക്ക് നന്മ ചെയ്ത കാര്യങ്ങൾ നമ്മളങ്ങ് മറക്കണോ? അല്ലെങ്കിൽ അങ്ങ് മറച്ചു വെക്കണോ? അതൊന്നും വേണ്ട. പിന്നെ ചില കാര്യങ്ങളിൽ എനിക്കറിയില്ല, ഇനിയും ചില ചാനലുകൾ പറയുന്നതാണ് ഈ മറ്റേ ഹണി റോസ് അങ്ങനെ വലിയ കഴിവുള്ള അഭിനേത്രി ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും ഒരു അഡ്വക്കേറ്റും പറയരുത്. രാമൻപിള്ള സാർ അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹണി റോസിൻ്റെതായ ഒരു സെലിബ്രിറ്റി വാല്യൂവും സ്റ്റാറ്റസും ഉള്ളതുകൊണ്ടാണല്ലോ ബോച്ചയുടെ 3 ജുവലറി ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഹണി റോസിനെ അപമാനിക്കലല്ല, ബോച്ചയെ പിന്തുണയ്ക്കലും ബോച്ചെ ചെയ്ത തെറ്റിനെ തെറ്റായി കാണുകയും എന്നാൽ ബോച്ചെ ചെയ്ത നന്മകളെ ആദരിക്കുകയും ചെയ്യുകയാണ്. എനിക്ക് ബോച്ചയോടുള്ള ഒരു വ്യക്തിപരമായ അനുഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഞാൻ അദ്ദേഹത്തിന്റെ വേൾഡ് റെക്കോർഡ് പരിപാടിക്ക് ഗസ്റ്റായി പോയപ്പോൾ ബോച്ചയെ ഞാനും കൂടെ ഫോട്ടോ എടുക്കണം. അവിടുത്തെ ക്യാമറമാൻമാർ പറഞ്ഞു, ബോച്ച എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു സിഗ്നേച്ചർ മാർക്കുള്ളത് കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്ന് കാണിക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല. ബോച്ചെ വളരെ ഹെപ്പും മോഡേണും യങ്ങാണ്, മനസ്സിൽ യങ്ങായ ഒരു മനുഷ്യനാണ്. ബോച്ചെ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും തുടരട്ടെ. ബോച്ചയുടെ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, അദ്ദേഹത്തിന്റെ ആ വെള്ള വസ്ത്രത്തിലെ ഒരു ചെറിയ കറുത്ത പാടായിരുന്നു. ആ കറുത്ത പാട് കൂടി ഇന്ന് കോടതിയുടെ ഈ സമീപനത്തോടു കൂടി അങ്ങ് മാച്ചില്ലാതാകുകയാണ്. ബോച്ച ഇനിയും പൂർവാധികം ശക്തിയോടെ പുറത്തു വരട്ടെ. ബോച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിച്ച 10,000-കണക്കിന് ആൾക്കാരിൽ ഒരാളാണ് ഞാനും. അതിൽ സന്തോഷം പങ്കുവെക്കുന്നു. ഹണി റോസിനോട് ഒരു അപമാനവുമില്ല, ഒരു വിരോധവുമില്ല. ഹണി റോസിന് ഇനിയും നല്ലൊരു കരിയർ ഉണ്ടാകട്ടെ. ഇതിൽ നിന്ന് പാഠം പഠിച്ച് മുമ്പോട്ട് പോകാൻ നമുക്കാകട്ടെ. ആ പാഠം എന്ന് പറഞ്ഞാൽ യാതൊരു ദ്വയാർത്ഥ പ്രയോഗവും വേണ്ട, എന്നാൽ നല്ല വിമർശനങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം ബോച്ചയുടെ മഹത്തരമായ പ്രവർത്തികൾ തുടരട്ടെ.